ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഇത് ഒരു സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ സ്പോൺസർഡ് വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടുമില്ല. സോ ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാച്ചിന്റെ റിവ്യൂ ആണ്. അപ്പം അതിന്റെ ഒരു എന്തുകൊണ്ട് ഞാൻ അത് മേടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മുടെ ഈ ചാനലിൽ കൂടുതലും ഫിറ്റ്നസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. മറ്റു ടോപ്പിക്സും ഉണ്ട്, ബട്ട് ഫിറ്റ്നസ് ആണ് കൂടുതലും. ഞാൻ ഈ വാച്ച് മേടിക്കുമ്പോൾ കൂടുതലായിട്ട് ഫിറ്റ്നസ് ആണ് നോക്കിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വാച്ചുകൾ നോക്കി അതിൻ്റെ ഗുഡ് സൈഡും ബാഡ് സൈഡും ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഫൈനലി ഞാൻ ഈ ഒരു വാച്ചിൽ എത്തിയത്. മേ ബി ഇതുപോലെ വാച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് മേ ബി ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. സോ ഞാൻ ഏഞ്ചലിൻ, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ ഡയറീസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ വാച്ച് ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. ഇത് ഗാർമിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വാച്ചാണ്. ഗാർമിന്റെ വെന്യൂ SQ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു വാച്ച്. അപ്പം ഇതിന്റെ തന്നെ രണ്ട് ഇതുണ്ട്. അതായത് ഒരെണ്ണം വെന്യൂ SQ മ്യൂസിക്കും ഉണ്ട്, അല്ലാത്തത് വെന്യൂ SQയും ഉണ്ട്. അപ്പം മ്യൂസിക് വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം ആണ്. ഒരെണ്ണത്തിൽ നമുക്ക് മ്യൂസിക് സ്റ്റോർ ചെയ്യാനും കേൾക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ മ്യൂസിക് എഡിഷൻ ആണ് എടുത്തത്. അപ്പം ഇപ്പം ഞാൻ മ്യൂസിക് ഒന്നും ഇതിൽ സ്റ്റോർ ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ മ്യൂസിക് എഡിഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വാച്ച്. ഞാൻ എടുത്ത കളർ ഒരു സാൻഡ് കളർ എന്നാണ് പറയുന്നത്. ഒരു വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഇതിന് ഒരു റോസ് ഗോൾഡ് കളറിലുള്ള ഒരു എന്താ പറയുക, ഒരു റൗണ്ട് ഉണ്ട്, ഒരു മെറ്റൽ ഒരു ഇതുണ്ട്. പിന്നെ ബ്ലാക്ക്. ഇതാണ് വാച്ച് എന്ന് പറയുന്നത്. സോ ഇതിന് 2 ബട്ടൺസ് ഉണ്ട് ഈ സൈഡിലായിട്ട്. ഓക്കെ, ഈ സൈഡിൽ 2 ബട്ടൺസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ വാച്ച് എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പം ഇതാണ് വാച്ച്. അപ്പം ഇത് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പം വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വീഡിയോ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോസ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പം പക്ഷേ വെഡിങ് ആനിവേഴ്സറി 26-നായിരുന്നു. പക്ഷേ എനിക്ക് ഈ വാച്ച് 13-ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആവാറാവുന്നു ഞാൻ ഈ വാച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു 1 month റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, അത് റീസൺസ് എന്തുകൊണ്ട് ഞാനിത് മേടിച്ചു എന്ന് ഞാനിതിൻ്റെ അകത്ത് പറയാം. സോ എൻ്റെ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ത് വർക്കൗട്ട് ചെയ്താലും അതിൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടണം. അതാണ് എൻ്റെ ആവശ്യം. അതിനാണ് എനിക്ക് ഫിറ്റ്നസ് വാച്ച്. എനിക്ക് വേറെ യാതൊരു റിക്വയർമെന്റ്സും സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. സോ എന്തുകൊണ്ട് ഇത് മേടിച്ചു എന്ന് വെച്ചാൽ, ഞാൻ ഈ വാച്ച് മേടിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിരുന്ന വാച്ചുകൾ, ഒന്ന് ആപ്പിളിൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 3 വാച്ച് ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വാച്ചുകൾ നോക്കിയിട്ട്. അപ്പം ആപ്പിളിൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ആൻഡ് അതേപോലെ തന്നെ ഫിറ്റ്ബിറ്റിൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ആൻഡ് അതേപോലെ തന്നെ ഈ ഗാർമിൻ്റെ വാച്ചും. ഇത് 3ആണ് വന്നത്. എൻ്റെ ഒരു ഫൈനൽ ആ ഒരു സെയിം റേഞ്ചിൽ വരുന്നൊരു വാച്ച് വന്നത്. അപ്പം ആപ്പിളിൻ്റെ വാച്ച് നല്ല വാച്ചാണ്, അതിൻ്റെ എല്ലാം അടിപൊളിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ കുറേ നല്ല ആക്യുറേറ്റ് ആണ് അവരുടെ വാച്ച്. പിന്നെ ഒരു സ്മാർട്ട് വാച്ചിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയാണ്, ഒക്കെ സൂപ്പറാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ആപ്പിൾ പ്രൊഡക്ട്സ് അല്ല. ഞാൻ ഉപയോഗിക്കുന്ന ഫോണായാലും ലാപ്പായാലും ഒന്നും ആപ്പിളിൻ്റെ അല്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും അത് മേടിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കത് യൂസ് ചെയ്യാനും അത് ലിങ്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാച്ച് കട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് വന്നത് ഫിറ്റ്ബിറ്റ് ആയിരുന്നു. അപ്പോൾ ഫിറ്റ്ബിറ്റിൻ്റെ വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിറ്റ്ബിറ്റിൻ്റെ ബാൻഡുകളൊക്കെ ഭയങ്കര ഫേമസ്. ഫിറ്റ്ബിറ്റ് എന്ന് പറഞ്ഞാൽ മോർ എന്താ പറയുക, ഫിറ്റ്നസ് ഒരു ഇതാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ബാൻഡുകളൊക്കെ നല്ല അടിപൊളിയാണ്. അത്യാവശ്യം നല്ലതായിട്ട് കാലറി കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പം സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റിവ്യൂസും ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ കണ്ടു. പക്ഷെ ഞാൻ നോക്കുന്നത് ബാൻഡ് ആയിരുന്നില്ല, ഞാൻ നോക്കുന്നത് ഇങ്ങനെ വാച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഈ 3 ബ്രാൻഡ് എടുക്കാനൊരു കാരണമുണ്ട്. എനിക്ക് സ്ക്വയർ എന്നെ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്ക്വയർ ആയിരിക്കണം. അത് മാത്രമല്ല, അതിന് ഔട്ട്ലൈൻ ഇതുപോലെ തന്നെ മെറ്റൽ ഇതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു, റോസ് ഗോൾഡ് വേണമെന്നുണ്ടായിരുന്നു. ഇതും ഒരു റീസൺ ആണ് ഈ 3 വാച്ച് ചൂസ് ചെയ്യാൻ. ബാക്കി നല്ല വാച്ചുകളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ, പക്ഷെ അത് കൂടുതൽ റൗണ്ട് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് സ്ക്വയർ തന്നെ വേണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ 3 വാച്ച് ഫൈനലി വന്നത് കേട്ടോ. അപ്പം ഫിറ്റ്ബിറ്റിൻ്റെ വാച്ച് വന്നപ്പം അതിൻ്റെ വാച്ച് മീൻസ് എന്താ പറയുക, ഒരുപാട് ഞാൻ നെഗറ്റീവ് റിവ്യൂസ് കുറേ കണ്ടു. അതായത് 1 വർഷം ആകുമ്പോഴേക്കും കേടായി പോകുന്നു, അല്ലെങ്കിൽ ഒരു 6 month ആകുമ്പോഴേക്കൊക്കെ കേടാവുന്നു, അവർ റീപ്ലേസ് ചെയ്ത് തന്നതും ആയാലും പിന്നെയും കേടാവുകയാണ്. അങ്ങനെ ഒരുപാട് റിവ്യൂസ് വാച്ചിന് കേട്ടോ. ബാൻഡിന് യാതൊരു പ്രശ്നവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ബാൻഡുകളൊക്കെ ഒരുപാട് കാലം ഓടുന്നുണ്ട്, ഒരു 3 year ഒക്കെ വരെ ഓടുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പം ഞാൻ നോക്കുന്നത് വാച്ചായിരുന്നു.
പിന്നെ ഒരു റീസൺ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്ബിറ്റിൻ്റെ ഹാർട്ട് റേറ്റ്. ഇപ്പം നമ്മുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാലറി നമ്മുടെ ബേൺ ചെയ്യുന്നതൊക്കെ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, ഈ വാച്ചുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഫിറ്റ്ബിറ്റിൻ്റെ ഞാൻ നോക്കിയപ്പം ഹാർട്ട് റേറ്റ് ഒരു 110 ആ റേഞ്ചൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് ഹാർട്ട് റേറ്റ് പോകുമ്പം അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നില്ല. അതായത് അത് കഴിയുമ്പം ഒരു 110 ഒക്കെ കഴിയുമ്പം അവൻ പിന്നെ അങ്ങോട്ട് കയറുന്ന ഹാർട്ട് റേറ്റ് ഒന്നും കാണിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹാർട്ട് റേറ്റ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫിറ്റ്ബിറ്റും വേണ്ടാന്ന് വെക്കാൻ കാരണം. അങ്ങനെ ഫൈനലി ഞാൻ എത്തിയതാണ് ഗാർമിൻ. എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ്, അതായത് ഫിറ്റ്നസ് ബ്രാൻഡാണ്. ഫിറ്റ്നസ് വാച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ബ്രാൻഡാണ്. ഗാർമിൻ്റെ വാച്ചുകളും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത്ലറ്റ്സ് അല്ലെങ്കിൽ ഈ മോർ ഫിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ വാച്ചുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു സ്മാർട്ട് വാച്ചിൻ്റെതായ ഇപ്പോൾ ആപ്പിളോ അല്ലെങ്കിൽ ഫിറ്റ്ബിറ്റ് അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ഒപ്പോ ഹുവായി അങ്ങനെ കുറേ സ്മാർട്ട് വാച്ചസ് ഉണ്ടല്ലോ, അവരുടെ രീതിക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. മീൻസ് അത്ര ഫീച്ചേഴ്സ് ഒന്നും, ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് കൂടുതലും ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം എൻ്റെ ഇതെന്ന് പറയുന്നത് അതായിരുന്നു, എൻ്റെ കൺസേൺ അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലെത്തിയത്. ഇത് മേടിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ സെൻസേഴ്സ് ഒക്കെ നല്ല അടിപൊളി സെൻസേഴ്സ് ആണ്. അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നതായാലും ബാക്കി എല്ലാ സെൻസേഴ്സും ഇതിൻ്റെ അടിപൊളി സെൻസേഴ്സ് ആണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മുടെ ഡാറ്റാസ് എല്ലാം, നമ്മുടെ എടുക്കുന്ന ഡാറ്റ എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ എന്തായാലും പറ്റില്ല. കാരണം ഇതൊരു എന്താ പറയുക, ഒരു മെഡിക്കൽ രീതിയിലുള്ള ഒരു എക്യുപ്മെൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. എന്നാലും ബാക്കി വാച്ചുകളിലേക്ക് കമ്പയർ ചെയ്യുമ്പം ഇവൻ്റെ ഡാറ്റ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇവരുടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ചില ബ്രാൻഡുകളുടെ വാച്ചുകളൊക്കെ കേടായി പോകുന്നൊരു ഞാൻ കേട്ടു. പിന്നെ ഇതിൻ്റെ വാച്ചുകൾ അത്യാവശ്യം നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വന്നു പോകുന്ന ഒരു ഇഷ്യൂ കാണുന്നില്ല. പിന്നത് ഇത് വാട്ടർ പ്രൂഫാണ്. അതിപ്പം ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ വാച്ചുകളും വാട്ടർ പ്രൂഫ് തന്നെയാണ്. അതായത് ഇപ്പം നമുക്ക് പാൻറ്റുകളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതായത് വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു 50 മീറ്ററിലൊക്കെ നമുക്ക് നീന്താനും സ്വിമ്മിങ്ങിനൊക്കെ പോയാൽ വരെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള വാച്ചുകളാണ്. അതൊരു കാര്യം. പിന്നെ ഞാൻ നോക്കിയത് GPS ഇൻബിൽറ്റ് ആണോ എന്നുള്ള കാര്യമാണ്. കാരണം ഞാൻ കൂടുതലും വാക്കിങ്ങും അല്ലെങ്കിൽ റണ്ണിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തു പോകുന്നില്ല, ബട്ട് സ്റ്റിൽ അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പം നടക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ഫോൺ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് GPS ഇതുമായിട്ട് കണക്റ്റ് ആയി നമുക്ക് ഫൈനലി നമ്മുടെ ഡാറ്റ കാണാനൊക്കെ. അപ്പം GPS ഇൻബിൽറ്റ് ആയതുകൊണ്ടും ഇതും അതിൻ്റെ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഡാറ്റ എങ്ങനെയാണ് അവർ കറക്റ്റ് കാണിക്കുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നതാണ് സ്ലീപ്പ് ഡാറ്റ. ഇവരുടേത് വളരെ വളരെ അധികം എന്താ പറയുക, നല്ല ഒരു ഞാൻ ഒരുപാട് വാച്ചുകളുടെ നോക്കി, പിന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ സ്ലീപ്പ് ഡാറ്റ ഭയങ്കര ആക്യുറേറ്റ് ആണ് എന്ന് മാത്രമല്ല, ഏറ്റവും ബെസ്റ്റ് സെൻസേഴ്സ് വെച്ചിട്ടുള്ള ഇത് ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്ലീപ്പ് ഡാറ്റ വളരെയധികം ആക്യുറേറ്റ് ആണ്. സോ നമുക്കറിയാം, വണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുകയാണ്. എന്തായാലും ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ നല്ലൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനും അത് ബാധിക്കും. നമ്മുടെ ജോലിനെ ആയാലും നമ്മുടെ വെയിറ്റിനെ ആയാലും നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെല്ലാം ബാധിക്കും. അപ്പോൾ നമുക്ക് ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് അറിയാനും കിട്ടുന്നില്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് വർക്കൗട്ട് ചെയ്താലും അതിൻ്റെ എന്താ പറയുക, കറക്റ്റായിട്ട് കാലറി ബേൺ ചെയ്യുന്നതും കാര്യങ്ങളും ഇവന് ഫൈൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്. ഇപ്പം ഞാൻ കാർഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാനിതിൻ്റെ അകത്ത് കാർഡിയോ എന്നിടും, അത്രയേ ഉള്ളൂ. മറിച്ച് ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഒരിക്കൽ ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ഞാൻ ചെയ്യുമ്പോൾ, അതായത് ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്, ലൈക്ക് പുഷപ്പ് അല്ലെങ്കിൽ സ്ക്വാട്ട്സ്, അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്ത് നോക്കിയപ്പം ഇത് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഡാറ്റ ഫോണിലെടുത്ത് നോക്കിയപ്പം അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് ഞാൻ ചെയ്തത് പുഷപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എക്സസൈസ് പുഷപ്പാണ്, ആ എക്സസൈസ് ഞാൻ എത്ര വട്ടം ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് സ്ക്വാട്ട്സ് ആണ്, അത് ഞാൻ എത്ര വട്ടം ചെയ്തു, എത്ര റെപ്സ് ചെയ്തു എന്ന്. അപ്പം അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സ് വരെ ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്ത് വർക്കൗട്ട്സ് ആണ് ചെയ്യുന്നതെന്ന് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എത്ര റൗണ്ട് ഞാൻ ചെയ്തു എന്ന് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയും ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി.
അത് മാത്രമല്ല, അപ്പം നിങ്ങൾ സ്വിമ്മിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വിമ്മിങ് ഫ്രീ സ്റ്റൈലാണോ അല്ലെങ്കിൽ കുറേ തരം ഇതുകളുണ്ടല്ലോ സ്വിമ്മിങ് പാറ്റേൺ. അപ്പം അത് നമ്മൾ ഏത് തരം ഇതാണെന്ന് വരെ അവൻ ഐഡന്റിഫൈ ചെയ്യും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. ലൈക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഇന്ന എക്സസൈസ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവൻ ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ നമ്മൾ എത്ര റെപ്സ് ചെയ്തു എന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പം അത്രയും ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതിനറിയാത്ത, ഇപ്പോൾ ഇവരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറേ എക്സസൈസുകളായിരിക്കും. അപ്പം അതിനറിയാത്ത, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കാണുമ്പം അറിയാത്ത ഒരുപാട് ന്യൂ വർക്കൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്നും അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാറ്ററി ലൈഫാണ് എന്നുണ്ടെങ്കിൽ GPS ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര നേരം ഒന്നും ഇതിന്റെ ചാർജ് നിൽക്കില്ല. ഒരു 14 മണിക്കൂറൊക്കെ നിൽക്കുകയുള്ളൂ GPS ഇടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ലപോലെ ചാർജ് നിൽക്കുന്നുണ്ട്. ഒരു 3 days 4 days ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും 6 days വരെയൊക്കെ നിൽക്കുന്നതാണ് പറയുന്നത്. ഇതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് ഞാനിനി പറയാം. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതൊരു ഭയങ്കരമായൊരു സ്മാർട്ട് വാച്ചിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അതായത് ഇപ്പം ബാക്കി സ്മാർട്ട് വാച്ചസിലൊക്കെ മൈക്ക് ഉണ്ടാവും, പിന്നെ അതുപോലെ സ്പീക്കർ ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം കോളൊക്കെ വന്നു കഴിഞ്ഞ് ഇതിൽ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഫോണിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും, വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് കാണാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇങ്ങനത്തെ വാച്ചസിലുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കോൾ അറ്റൻഡ് ചെയ്താലും നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഫോൺ വേണം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വേണം. അപ്പോൾ നമുക്ക് സംസാരിക്കാം, അറ്റൻഡ് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എന്താണ്, നമുക്ക് മെസ്സേജസ്, ഇതിൻ്റെ അകത്ത് മെസ്സേജസ്, മെയിൽ വരുന്നത്, കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണിക്കും. അപ്പോൾ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജസ് മാത്രമാണ് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ മറ്റു വാച്ചുകളിലൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്താണ്, അങ്ങനെ ഒരു സ്മാർട്ട് വാച്ച് വെച്ച് നോക്കുമ്പം ഒരുപാട് സ്മാർട്ട് വാച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ലാഗിങ് ആണ്. ഇത് കൂടുതലും ഒരു ഫിറ്റ്നസ് ഇതായിട്ട് മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ടും എനിക്ക് ഫിറ്റ്നസ് ആയിരുന്നു. എനിക്ക് ഫിറ്റ്നസ് ആയിരുന്നു, അല്ലെങ്കിൽ കറക്റ്റ് കാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം, എൻ്റെ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം, അതൊക്കെ പ്രോപ്പർ ആയിരിക്കണം, ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ അടിപൊളി ആയിരിക്കണം എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വാച്ച് മേടിക്കാൻ കാരണം. അപ്പോൾ ഇതാണ് എൻ്റെ വാച്ച് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ബട്ടൺസ് ഉണ്ട്. അപ്പം ഈ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഓണാക്കാൻ ഇങ്ങനെ പറ്റും. അതിൽ തന്നെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കും. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്ന കുറച്ച് വർക്കൗട്ട്സാണ് ഈ കാണിക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ ബാക്ക് ബട്ടൺ ആണ്, നമുക്ക് ബാക്കിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എൻ്റെ അലാംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അലാംസൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വരും. വാളറ്റാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ബാങ്കായിട്ടൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യാനൊക്കെ പറ്റും, നമ്മുടെ കാർഡ് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും, പേ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ അതുപോലെ മ്യൂസിക്. ഞാൻ അതിൽ മ്യൂസിക് ഒന്നും കൊടുത്തിട്ടില്ല, കയറ്റിയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് കയറ്റിയിടാം, പാട്ട് കേൾക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് മൈ ഫോണാണ്. അപ്പോൾ ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ എവിടെ ഇരിക്കണേന്ന് ഫോണിൽ നമുക്കൊരു അലാം സൗണ്ട് വരും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിലാണ് നമ്മുടെ വർക്കൗട്ട്സ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത്രയും വർക്കൗട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതിൽ ഒരുപാട് വർക്കൗട്ട്സ് ഉണ്ട്. നമുക്കിവിടെ ആഡ് മോർ നമുക്ക് ഇനിയും ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന വർക്കൗട്ട്സ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് പിന്നെ ഇതിൽ വരുവാണെങ്കിൽ എൻ്റെ ഒരു ദിവസം ഞാൻ ഇന്ന് ചെയ്ത വർക്കൗട്ട്സ്, എൻ്റെ മിനിറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ എൻ്റെ സ്റ്റെപ്സ്, കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതിൻ്റെ അകത്ത് എൻ്റെ ഇപ്പോഴത്തെ ഹാർട്ട് റേറ്റ്, എൻ്റെ സ്ട്രെസ് ലെവല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞാൽ ഇതെൻ്റെ ഹിസ്റ്ററി, എൻ്റെ വർക്കൗട്ടിൻ്റെ ഹിസ്റ്ററിയാണിത് ഈ ആഴ്ചയിലത്തെ കാണിക്കുന്നത്. ഇതെൻ്റെ ഹാർട്ട് റേറ്റ് ഇപ്പോഴത്തെ, ഇതെൻ്റെ റെസ്പിറേഷൻ, ഹൈഡ്രേഷൻ. ഞാനിന്ന് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ കുടിച്ച ഇപ്പോൾ എത്ര ഗ്ലാസ്, ഇപ്പോൾ ഞാനിന്ന് ഓൾറെഡി ഇപ്പോൾ തന്നെ 5 ഗ്ലാസസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ആഡ് ചെയ്യാം, ബാക്ക് എടുക്കാം. ഹൈഡ്രേഷൻ. പിന്നെ ഇത് എനിക്ക് വേണ്ട എൻ്റെ ഇതാണ്, അതായത് ഞാനൊരു ഇത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് റിമൈൻഡർ തരുന്നതാണ് ഇന്ന് ഞാൻ ഓടണമെന്ന്. ഓക്കെ, ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവരിതിനെ റിപ്പീറ്റ് ചെയ്ത് അത് മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് ഇന്നത്തെ വെതർ നമുക്ക് കാണാം. പിന്നെ അതുപോലെ ഇത് എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജസ് ആണ്.
ഇതെനിക്ക് വന്ന മെസ്സേജസ് ആണ്. അതായത് വാട്സാപ്പിൽ വരുന്ന മെസ്സേജസ് ഒരു ഇതായിരിക്കും, പിന്നെ നോട്ടിഫിക്കേഷൻസ് വേറെ കളറായിരിക്കും, പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെയിൽ വരുന്നത് വേറെ കളറായിരിക്കും, യൂട്യൂബ് വേറെ കളറായിരിക്കും. അങ്ങനെ ഇതിപ്പോൾ എല്ലാം മെസ്സേജസ് ആയതുകൊണ്ടാണ് എല്ലാം ഗ്രീൻ വന്ന് കിടക്കുന്നത്. പിന്നെ ഇത് മ്യൂസിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. ഞാൻ കൊടുത്തിട്ടില്ല ഒന്നും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് 4300 ആയിട്ടുണ്ട്. 10,000 ആണ് എൻ്റെ ഗോൾ. ഓക്കെ, നെക്സ്റ്റ് ഇന്നത്തെ വീക്കിൽ നമ്മളതിൽ കണ്ടിട്ട് ഇതെൻ്റെ ലാസ്റ്റ് ആക്ടിവിറ്റി ഞാൻ ചെയ്ത വർക്കൗട്ട് ഇന്നത്തെ. ആൻഡ് ഇതെൻ്റെ സ്ട്രെസ് ലെവലാണ്. ഇപ്പോൾ എനിക്ക് മീഡിയം സ്ട്രെസ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും മീഡിയം സ്ട്രെസ് കാണിക്കുന്നതാണ്. ആൻഡ് ഇത് ഇന്നത്തെ എൻ്റെ ആക്റ്റീവ് ഞാൻ പറഞ്ഞു, റെസ്റ്റിംഗ് കലോറി ബേണും ആക്റ്റീവ് കലോറി ബേണൊക്കെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ അതാണ് ഇത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ എൻ്റെ വർക്കൗട്ട് റിമൈൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു വർക്കൗട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചപ്പോൾ ഞാനിപ്പോൾ കാർഡിയോ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാർഡിയോ എടുക്കും. അതിന് ശേഷം ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സമയം തുടങ്ങി. ഇതിൻ്റെ അകത്ത് കാലറി കാണിക്കും, ഇതിൻ്റെ ഹാർട്ട് റേറ്റ് കാണിക്കും, അതിൻ്റെ അങ്ങനത്തെ കുറേ ഡാറ്റാസൊക്കെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അവരൊന്നും കാണിക്കാത്തത്. പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. നടക്കുന്നത് ഓണാക്കി കഴിഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഫോർ GPS എന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കലി GPS കണക്റ്റ് ആവും. നമ്മൾ ഓട്ടോ സ്റ്റാർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ട് പോകാൻ പറ്റും. സോ ഗാർമിൻ കണക്റ്റ് എന്നാണ് നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഞാൻ ഇപ്പം രാവിലെ ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ കാർഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡാൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കൗട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണിക്കും. അതായത് ഞാൻ എത്ര സമയം ചെയ്തു. ഞാനൊരു 8 മിനിറ്റിൻ്റെ ഇതാണ് ചെയ്തേക്കുന്നത്. അതിൽ 51 കാലറി ബേണായി. അതുപോലെ തന്നെ എൻ്റെ ആവറേജ് ഹാർട്ട് റേറ്റ് വന്നിരിക്കുന്നത് 120 ആണ് എന്നൊക്കെ അവർ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ അകത്ത് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഹാർട്ട് റേറ്റ് എത്ര കൂടി കുറഞ്ഞോ കുറച്ചും ഡീറ്റെയിൽസ് കാണിക്കും. പിന്നെ ഹാർട്ട് റേറ്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ സോൺ 3 വരെയാണ് എൻ്റെ പോയേക്കുന്നത്. അപ്പം ഞാൻ അത്ര ഹൈ ഇൻറ്റൻസ് ആയിട്ടല്ല ഞാൻ ആ വർക്കൗട്ട് ചെയ്തത്, കുറച്ച് സിമ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് അടുത്ത ഒരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 46 മിനിറ്റ്സിൻ്റെ ആയിരുന്നു. അതേ ഒരു ഡാൻസ് വർക്കൗട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് സോൺ 2 വരെ എൻ്റെ ഹാർട്ട് റേറ്റ് പോയിട്ടുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള വർക്കൗട്ട്സാണ് ചെയ്തത്. നെക്സ്റ്റ് ഹാർട്ട് റേറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഹാർട്ട് റേറ്റ് ആണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ 7 ആഴ്ചയിലത്തെ എൻ്റെ ഹാർട്ട് റേറ്റ്, എൻ്റെ റെസ്റ്റിംഗ് ടൈം എത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ആവറേജ് എത്ര പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 62 ആണ് എൻ്റെ റെസ്റ്റിംഗ് ടൈമിൽ എൻ്റെ ഹാർട്ട് റേറ്റ്. ആൻഡ് ഹൈ വന്നിരിക്കുന്നത് 124 ആണ്. ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് 124 വന്നിരിക്കുന്നത്. ഒരു നല്ല ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ ആണെങ്കിൽ 170 ഒക്കെ എൻ്റെ വരാറുണ്ട് ഹാർട്ട് റേറ്റ്. അടുത്തത് ബോഡി ബാറ്ററി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബോഡി ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജിയാണ്, നമ്മുടെ ബോഡിയുടെ എനർജിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ബോഡി ബാറ്ററി ഹൈ ആയിരിക്കും. ഇപ്പം ഞാനൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ബാറ്ററി ഡ്രെയിൻ ആയി പോകും. അതായത് എൻ്റെ എനർജി മുഴുവൻ പോകും. അതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരും. പിന്നെ വീണ്ടും അത് കയറി വരും. അപ്പോൾ അത് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ബോഡി ബാറ്ററി കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ നല്ല എനർജി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബോഡി ബാറ്ററി. അപ്പോൾ അതിൻ്റെ അകത്ത് 59 ചാർജ്ഡ് ആയിട്ടുണ്ട്, 43 ഡ്രെയിൻഡ് ആയിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ ചാർജ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ചാർജ്ഡ് ആവും, അല്ലെങ്കിൽ ഡ്രെയിൻഡ് ആവും. അത്രയേ ഉള്ളൂ. അത് അത്ര യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ അത് നോക്കി ഒന്നും ചെയ്യാറൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് സ്ട്രെസ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് നമുക്ക് അറിയാം, നമുക്ക് സ്ട്രെസ്സ് കൂടുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. അപ്പം നമ്മൾ ഒരു മീഡിയം സ്ട്രെസ്സിൽ എപ്പോഴും നിൽക്കും. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, അങ്ങനെ. അപ്പം എൻ്റെ ഹൈ പോയിരിക്കുന്നത് 20 മിനിറ്റ് ആണ്, ലോ നിൽക്കുന്നത് 1 അവർ 2 മിനിറ്റ് ആണ്, മീഡിയം നിൽക്കുന്നത് 1 അവർ 2 മിനിറ്റ് ആണ്. 8 മണിക്കൂർ റെസ്റ്റാണ്. 8 മണിക്കൂർ വേറെ ഒന്നുമല്ല, ഞാൻ ഉറങ്ങിയതാണ്. അത് രാത്രി അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ടൈമാണ് 8 മണിക്കൂർ. അതിനുശേഷം അപ്പം നമ്മൾ രാവിലെ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പം ഹൈ അങ്ങനെ അധികം പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മീഡിയവും ലോവും എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു, അപ്പോഴൊക്കെ അതൊരു മീഡിയം ആയിട്ടൊക്കെ നിൽക്കും, അങ്ങനെയാണ്. അപ്പം മീഡിയം ഹൈ ഒക്കെ ഞാൻ മീൻസ് ലോ ഒക്കെ ഞാൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നമുക്ക് സ്ട്രെസ്സ് കൂടുന്നത് വളരെ മോശമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇടയ്ക്ക് നോക്കുക, നമ്മുടെ സ്ട്രെസ്സ് കൂടുന്നുണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യേണ്ടതാണ്. സ്ട്രെസ്സ് കൂടിയാലും വണ്ണം കൂടാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ സ്ട്രെസ്സ് കുറയുന്നത് വളരെ നല്ലതാണ്.
നെക്സ്റ്റ് ഇൻറ്റൻസിറ്റി മിനിറ്റ്സ് ആണ്. അതായത് ഒരാഴ്ച ഞാൻ എത്രത്തോളം സമയം ആക്റ്റീവായി. ഇപ്പോൾ ഈ ഒരാഴ്ച 151 മിനിറ്റ്, ഞാനൊരു ടാർഗറ്റ് ഇട്ടേക്കുന്നത് 360 മിനിറ്റ് ഒരാഴ്ച ആക്റ്റീവ് ആവണം എന്നാണ്. അത് അത്രയേ ഉള്ളൂ. അത് ഒരാഴ്ചത്തെ കാണിക്കുന്നതാണ്. പിന്നെ സ്റ്റെപ്സ് ഞാൻ ഇട്ടിരിക്കുന്നത് 10,000 സ്റ്റെപ്പ് മീറ്റ് ചെയ്യണം എന്നാണ് ഇട്ടിരിക്കുന്നത് ഒരു ദിവസത്തിൽ. അതാണ് എൻ്റെ ഗോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 12,000 സ്റ്റെപ്പൊക്കെ ഞാൻ ചെല്ലും. ഇനി ഞാൻ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് 14,000 സ്റ്റെപ്പൊക്കെ വരാറുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഇത് രാവിലെ തൊട്ട് ഇത് വരെയുള്ള സമയത്തിൻ്റെയാണ്. അപ്പം ഞാൻ രാവിലെ ഒരു ചെറിയ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 4,000 വന്നിട്ടുണ്ട്. ഇത് ഈവനിങ് വർക്കൗട്ട് കൂടി ചെയ്യുമ്പോൾ അത് 10,000 ഒക്കെ കിടക്കും, ഒരു 12,000 അടുത്തേക്കൊക്കെ എത്താം. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പം അത് ഇന്നത്തെ ഇത്ര പെർസെൻറ്റേജ് ഞാൻ ആയിട്ടുണ്ട്. അടുത്ത ഒരു ഇതെന്ന് പറയുന്നതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇതിലത്തെ ഫീച്ചർ എന്ന് പറയുന്നതാണ് ഈ കലറി ഇൻ ആൻഡ് കലറി ഔട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് കാലറി ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിന് വേറൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ ഹെൽത്തിഫൈ മീയുടെ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൈ ഫിറ്റ്നസ് പാൽ. അതിൻ്റെ അകത്താണ് ഇതിൽ കാലറി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ഫുഡ് കൊടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് 1263 കാലറിയാണ് ഞാൻ ഇന്ന് കഴിച്ചിരിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് കാലറി വേണം അല്ലേ. നമ്മളിപ്പോൾ ഒരു പണി എടുക്കാതെ വെറുതെ ഇരിക്കുകയാണ്, ടി വി കാണുകയാണെങ്കിലും നമുക്ക് അന്നത്തെ ദിവസം വർക്ക് ചെയ്യാനുള്ളൊരു എനർജി വേണം. അങ്ങനെ എനിക്ക് വേണ്ടതാണ് ഇവർ പറയുന്നതാണ് 1326 കാലറി. ഇതിൻ്റെ കൂടെ ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്തപ്പം ഒരു 100 സംതിങ് കാലറി കിട്ടി. അത് മാത്രമല്ല, അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. നമ്മുടെ ആക്റ്റീവ് കാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന കാലറി മാത്രമല്ല ആക്റ്റീവ് കാലറി. അന്നത്തെ ദിവസം ഞാൻ ചെടി നനച്ചിട്ടുണ്ടായിരിക്കാം, ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഞാൻ വെറുതെ നടന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എൻ്റെ ആക്റ്റീവ് കാലറിയിൽ കയറിക്കൊണ്ടിരിക്കും. വർക്കൗട്ട് പ്ലസ് നമ്മുടെ അന്ന് ചെയ്ത കാര്യങ്ങളുടെ കാലറി, അങ്ങനെയാണ് ആക്റ്റീവ് കാലറി. അപ്പോൾ ഈ ആക്റ്റീവ് കാലറി കൂടി മൊത്തം കൂട്ടിയിട്ടാണ് 275 ആണ് എൻ്റെ ഇതുവരെയുള്ള ആക്റ്റീവ് കാലറി. മനസ്സിലായി? ഈ ഒരു നേരം വരെയുള്ള ആക്റ്റീവ്, അതായത് ഇപ്പോൾ ഒരു ഉച്ച നേരമാണ്, ഇതുവരെയുള്ള എൻ്റെ ആക്റ്റീവ് കാലറി 275 ആണ്. അത് ഈവനിങ് വർക്കൗട്ടാണ്, ഞാൻ ഹെവി ആയി ചെയ്യുന്നൊരു വർക്കൗട്ട്. അതും കൂടി കഴിയുമ്പം ഇവിടെ ഒരു 700 അടുത്താവും എൻ്റെ ആക്റ്റീവ് കാലറി. 700 to 800 ആവും. അപ്പം അവരതിനനുസരിച്ച് നമ്മുടെ അഡ്ജസ്റ്റഡ് കാലറി ആക്കും. അതായത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വേണ്ട കാലറി പ്ലസ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തില്ല, അപ്പം അതിന് നമുക്ക് ഇനിയും എക്സ്ട്രാ കാലറി ഫുഡ് വേണം. അപ്പോൾ അവർ മൊത്തമാണ് 1600 എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ആകെ കഴിച്ചത് എത്രയാണ്? 1200 ആണ്. അപ്പം എനിക്ക് റിമൈനിങ് വന്നു 300 സംതിങ് റിമൈനിങ് വന്നു. ഈ 300 എന്നുള്ളത് രാത്രി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 1000 അടുത്തേക്ക് അവിടെ എത്തും. അപ്പം ഇതിപ്പോൾ ഇതുവരെയുള്ള ഡാറ്റയിൽ ഉച്ച വരെയുള്ള ഡാറ്റയാണ്. അപ്പം എൻ്റെ ഒരു ടാർഗറ്റ് അങ്ങനെയാണ്. ഒരു ദിവസം ഒരു 1000 അടുത്ത് എൻ്റെ കാലറി റിമൈനിങ് വരികയാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 0.200 മീൻസ് 0.2 ആണ്. അതായത് ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ഒക്കെ എൻ്റെ ശരീരത്തിൽ നിന്നും ബേൺ ആയിപ്പോകും. കാരണം അത്രയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു റിമൈനിങ് വരുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും കാലറി ബേൺ ആയിപ്പോകും. അതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഞാനിതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, സയൻസ് ബിഹൈൻഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ അകത്ത് ഇത് തന്നെയാണ്. ഇത് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പൾസ് ഓക്സിജൻ, അതായത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവലിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് മീൻസ് വേണ്ടത് നോർമൽ ഒരു 90 to 100 വരണം. അതിൻ്റെ ഇടയിൽ എവിടെയോ കുറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ഒരു 90 to 100 ഇടയിലാണ് അതിൻ്റെ വാല്യൂ എനിക്ക് എപ്പോഴും നിൽക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് ഞാൻ കുറയുന്നത് കണ്ടിട്ടില്ല. അപ്പം ഇത് അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയും നമുക്ക് എത്ര വേണം, എത്ര കുറഞ്ഞാൽ എത്ര മോശമാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓക്സിജൻ ലെവൽ അറിയുന്നത് വളരെ ഇതാണ്. നെക്സ്റ്റ് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മിനിറ്റിൽ എത്ര ഹാർട്ട് ബീറ്റ്, അങ്ങനെ ഒരു കണക്കാണ്. അത് വെച്ചിട്ട് എനിക്കറിയില്ല എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്, അത് ഞാനിതുവരെ നോക്കിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ഓവുലേഷൻ എപ്പോഴാണ്, അല്ലാത്ത ടൈം എപ്പോഴാണ്, ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് പീരീഡ് എപ്പോഴാണ്, അതൊക്കെ കുറച്ചും കൂടി ഞാനിത് എല്ലാ ദിവസവും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുമാതിരി അവർ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. പിന്നെ സ്ലീപ്പ് ഡാറ്റ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 4 സ്റ്റേജസ് ഉണ്ട്. അതായത് ഡീപ്പ് സ്ലീപ്പ് ഉണ്ട്, ലൈറ്റ് സ്ലീപ്പ് ഉണ്ട്, റം സ്ലീപ്പ് ഉണ്ട്, ആൻഡ് എവേക്ക്, എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ പലപ്പോഴായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കുറേ വട്ടം എഴുന്നേറ്റിട്ടുണ്ട്. 1 2 3 4 5 6 7 വട്ടം. ലാസ്റ്റ് ശരിക്കും എഴുന്നേറ്റിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 6 വട്ടം ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ 7 മിനിറ്റ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഡീപ്പ് സ്ലീപ്പ് കാണിക്കുന്നത് 48 മിനിറ്റ് ആണ്. ഒരു എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടത് ശരിക്കും ഒരു 60 മിനിറ്റ് ഡീപ്പ് സ്ലീപ്പ് വരണം എന്നാണ് പറയുന്നത്. അതാണ് ഒരു നല്ല ഉറക്കം.
പിന്നെ 8 മണിക്കൂറോളം ഉറങ്ങണം എന്നാണ്. അത് ഓക്കെ ആയിട്ടുണ്ട്, 8 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ 48 മിനിറ്റ് ആണ് എനിക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടുള്ളൂ ആകെ കൂടി. പിന്നെ 5 മണിക്കൂർ 41 മിനിറ്റ് എനിക്ക് ലൈറ്റ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ. റെം സ്ലീപ്പ് 2 മണിക്കൂർ 18 മിനിറ്റ്, അതും കുഴപ്പമില്ല. എവേക്ക് ഇറ്റ്സ് ഓക്കെ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 48 മിനിറ്റാണ് ഡീപ്പ് സ്ലീപ്പ്. ഈ ഡീപ്പ് സ്ലീപ്പാണ് നമുക്ക് കിട്ടേണ്ട ഒരു സാധനം. അപ്പോൾ എനിക്ക് സാധാരണ ഈ 45 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെയാണ് എനിക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാറുള്ളൂ. എനിക്ക് 60 മിനിറ്റ് ഒന്നും കിട്ടാറില്ല. ബാക്കി സ്ലീപ്പൊക്കെ ഓക്കെയാണ്. ലൈറ്റ് സ്ലീപ്പും റെം സ്ലീപ്പൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ റെം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൂടുതലും സ്വപ്നങ്ങൾ കാണുന്ന സമയമാണ് ഈ റെം സ്ലീപ്പ്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ് റെം സ്ലീപ്പ്. നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കും ആ ഒരു സമയത്ത്, അതാണ് റെം സ്ലീപ്പ്. ഇപ്പം രാവിലെയൊക്കെ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് കണ്ടില്ല, അവിടെ കൂടുതൽ റെമ്മ വന്ന് ഞാൻ എഴുന്നേക്കാറായ ഒരു ഇതാണ്. ഇനി ലൈറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അത്ര മീൻസ് ഭയങ്കര ഡീപ്പും അല്ല, അതായത് നമ്മൾ തീരെ അറിയാത്തൊരു സിറ്റുവേഷൻ അല്ല, അത്യാവശ്യത്തിന് നമ്മൾ ഉറക്കത്തിൽ പെട്ടെന്ന് അറിയും, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ തന്നെ. ഡീപ്പ് സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമി വിളിക്കാലും അറിയില്ല എന്ന് പറയും. പണ്ട് എൻ്റെ അമ്മ പറയുന്നതാണ്, ഞാൻ ഭൂമി വിളിക്കാലും അറിയാതെ ഉറങ്ങുമെന്ന് പറയും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പാണ്. നമ്മൾ എന്ത് ചുറ്റുവട്ടത്ത് നടന്നാലും അറിയില്ല, അതാണ്. ആ സ്ലീപ്പ് നമുക്ക് 60 മിനിറ്റ് കിട്ടണം എന്നാണ് പറയുന്നത്. ഡീപ്പ് സ്ലീപ്പ് കിട്ടാനുള്ള വഴികൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. ഉറക്കത്തിലുള്ള ഓക്സിജൻ്റെ റെസ്പിറേഷൻ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ നെക്സ്റ്റ് തലേ ദിവസത്തെ എൻ്റെ ഡാറ്റയാണ്. ഞാൻ 1 മണിക്കൂർ കാർഡിയോ ചെയ്തിട്ടുണ്ട്, 19 മിനിറ്റ് ഒരു കാർഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ എന്താ പറയുന്നത് സ്റ്റെപ്സ് 10 കടന്നിട്ടുണ്ട്. കലറി ഇതിൻ്റെ അവിടെ നോക്കണ്ട, ഞാൻ അതിൻ്റെ അകത്ത് കഴിച്ച ഭക്ഷണം ലോഗിൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഡാറ്റാസും കഴിഞ്ഞ ഒരു ദിവസങ്ങളിലത്തെ ഇപ്പോൾ 6 വർക്കൗട്ട് ചെയ്ത് 1570 കലറിൻ്റെ ബേണായ ലാസ്റ്റ് 7 ദിവസം അതിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി ഇതിന് തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, IQ കണക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് കുറേ ഇതുകൾ മേടിക്കാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും ഇതുണ്ട്, റണ്ണ്, പിന്നെ നടത്തം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊന്നും തന്നെ അല്ലാതെ ഇപ്പം നമുക്ക് ഈ വർക്കൗട്ട്സ് അല്ലാതെ ഇപ്പം നമുക്ക് ഡാൻസിൻ്റെ വർക്കൗട്ട് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ വർക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഡാൻസ് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഡാൻസും വേറെ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും, ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വാച്ച് ഫേസ്, നിങ്ങൾ ഇതിൻ്റെ വാച്ച് ഫേസ് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ബ്ലൂ ഇത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ മേടിക്കില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഫോണിൽ വരും. ഇതൊക്കെ കുറേ വാച്ച് ഫേസസ് ആണ്. അപ്പോൾ അതുകൾ നമുക്ക് എടുത്തിടാൻ പറ്റും. അതിനൊക്കെ ഉള്ള ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷനാണ് IQ കണക്ട് എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ തന്നെ വേറൊരു ആപ്ലിക്കേഷനാണ് അത്. അതിനകത്ത് ചെയ്താലും ഇതുമായിട്ട് ലിങ്ക് ആയി വരും. സോ എൻ്റെ ഒരു മാസത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ വാച്ചിൻ്റെ അകത്ത്. ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, അത് പ്രോപ്പറായിട്ട് നടക്കുന്നുമുണ്ട്. സോ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇത് കേടാവും അങ്ങനത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, കാരണം 1 മാസമായിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മൊത്തത്തിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, കാണാനായാലും എല്ലാം കൊണ്ടും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ വാച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് വാച്ച്, ഫിറ്റ്നസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വാച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. So hope you enjoy the video. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരാം. Thanks for watching. Bye.